ഹലോ ഗായ്സ്, ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഫാമിലി വീക്കാണ്, ഈ വീക്ക് ഫാമിലി വീക്കാണ്. നമ്മുടെ കണ്ടസ്റ്റൻറ്റുകളുടെ ഫാമിലീസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻ ആയിട്ട് നമ്മുടെ ബിന്നി തന്നെയാണ്. ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റഡ് ആയത് 3 പേരായിരുന്നു, അക്ബർ, ആര്യൻ ആൻഡ് ബിന്നി. അപ്പോൾ എന്തായാലും ബിന്നിയാണ് ക്യാപ്റ്റൻ ആയത്. പിന്നീട് ടീംസിനെയൊക്കെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഫാമിലീസൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ അനീഷിൻ്റെയും ഫാമിലിയാണ് ആദ്യം വന്നത്. അതുപോലെ തന്നെ ബിന്നിയുടെ ഫാമിലി ഓൾറെഡി 3 ദിവസം ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി, നൂറ കൊടുത്ത ഇമ്മ്യൂണിറ്റി കൊണ്ട് തന്നെ, ആ ഒരു പവർ കൊണ്ട് തന്നെ 3 ദിവസം ബിന്നിയുടെ ഫാമിലിക്ക് ആ ഹൗസിനുള്ളിൽ താമസിക്കാമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ശ്രദ്ധിച്ചോളെന്ന് പറഞ്ഞു. ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ബിന്നി റെഡിയാവണം. രണ്ടാമത്തെ സൗണ്ട് കേൾക്കുമ്പോൾ ബിന്നിയുടെ ഫാമിലി അകത്ത് കയറും. ബിന്നിയുടെ ഹസ്ബൻഡാണ് കയറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എവിക്ഷൻ നോമിനേഷനിലേക്കുള്ള സെലക്ഷനായിരുന്നു. എവിക്ഷൻ നോമിനേഷനിൽ ഇത്തവണ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരാത്തത് ആദ്യം പറയാം. 5 പേരാണ് വരാത്തത്. അനീഷ്, ഷാനവാസ്, അക്ബർ, ആര്യൻ, ബിന്നി. ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി, ക്യാപ്റ്റൻസിയുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് നോമിനേഷൻ ഫ്രീ ആണ്. എവിക്ഷൻ നോമിനേഷനിലേക്ക് വന്നിട്ടില്ല. അനീഷ്, ഷാനവാസ്, അക്ബർ, ആര്യൻ 4 പേരെ ആരും നോമിനേറ്റ് ചെയ്തില്ല. ആരും നോമിനേറ്റ് ചെയ്തില്ലെന്ന് പറയത്തില്ല. അനീഷിനെ ബിന്നി മാത്രമാണ് നോമിനേറ്റ് ചെയ്തത്. ബാക്കി ആരും അനീഷിനെ നോമിനേറ്റ് ചെയ്തില്ല. അപ്പോൾ കിട്ടിയ വോട്ടുകളെന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് 5 വോട്ടോടുകൂടി ലക്ഷ്മി എവിക്ഷൻ നോമിനേഷനിലുണ്ട്. ഒനിയൽ 3 വോട്ട്, അനുമോൾ 3 വോട്ട്, ആദില, നൂറ 3 വീതം വോട്ട്, നെവിൻ 3 വോട്ട്, ജിസേൽ 3 വോട്ട്, അതേപോലെ തന്നെ സാബുമൻ 2 വോട്ട്. ഇങ്ങനെ 8 പേരാണ് ഈ പ്രാവശ്യത്തെ ഈ വീക്കിലെ എവിക്ഷൻ നോമിനേഷനിലേക്കുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു നോമിനേഷനാണ് നടന്നത്. നമുക്കറിയാം, ജിഷിൻ പുറത്തു പോയി, അതുപോലെ തന്നെ അഭിലാഷ് പോയി. അഭിലാഷിന് ഓൾറെഡി വോട്ട് കുറവായിരുന്നു. പക്ഷേ ജിഷിനെക്കാട്ടി വോട്ട് കുറവുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബിന്നിക്ക് വോട്ട് കുറവായിരുന്നു, ജിസേലിന് വോട്ട് കുറവായിരുന്നു, ആര്യന് വോട്ട് കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ജിഷിനെക്കാട്ട് വോട്ട് കുറവായിരുന്നു, വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൽ നിന്ന്. നമ്മുടെ മലയാളം ബിഗ് ബോസ് voting.com എന്ന സൈറ്റുണ്ട് നമുക്ക്. അതിനകത്ത് തന്നെ ഇവർക്ക് ഇത്രയും പേർക്ക് ഇതേപോലെ ആയിരുന്നു വോട്ടിംഗ്. പക്ഷേ ജിഷിന് വോട്ട് കൂടുതൽ ഉണ്ടായിട്ട് പോലും, അവരെയേക്കാൾ വോട്ട് വിഹിതം ഉണ്ടായിട്ട് പോലും ജിഷിൻ ഔട്ടായത് അൺഫെയർ എവിക്ഷൻ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ അഭിലാഷിന് വോട്ട് ഓൾറെഡി കുറവായിരുന്നു. അഭിലാഷായിരുന്നു ഏറ്റവും താഴെ ലോ ലെവൽ കിടന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇത് എവിക്ഷനിൽ. അപ്പോൾ 8 പേരാണ് ഈ പ്രാവശ്യത്തെ എവിക്ഷനിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മി, ഒനിയൽ, അനുമോൾ, ആദില, നൂറ, നെവിൻ, ജിസേൽ ആൻഡ് സാബുമൻ. വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് നോക്കിയിട്ട്, കാരണം ഇതൊരു PR മറ്റുള്ളവരോ ആരും സ്വാധീനിക്കാത്ത രീതിയിൽ വേണം ഇനിയെങ്കിലും ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ നിൽക്കേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് മാത്രമാണ്. പിന്നെ ഇൻഡിവിജ്വൽ പ്ലേ ആണ് നമുക്ക് ആവശ്യം. ആരും ഗ്രൂപ്പ് പ്ലേ കളിക്കുകയോ അല്ലെങ്കിൽ 2 പേരും ഗ്യാങ് കളിക്കുകയോ കോംബോ കളിക്കുകയോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി. കാരണം ലാസ്റ്റ് ദിവസങ്ങൾ 58 ദിവസം ഇന്ന് തന്നെയായി. അപ്പോൾ നമുക്ക് വേണ്ടത് ഇൻഡിവിജ്വൽ പ്ലേ ആണ്. അതിൽ പ്രധാനമായിട്ട് ആദില, നൂറയാണ്. ആദില, നൂറ ഇപ്പോൾ ഒരുമിച്ചാണ്. അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കുന്ന ഒരുമിച്ചാണ്. അവർ 2 പേരും ഒരുമിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരാളുടെ സപ്പോർട്ടില്ലാതെ വേറൊരാൾക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആദിലയോ നൂറയോ ആരെങ്കിലും ഒരാൾ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒന്നിലും നൂറ ഉണ്ടാവണം, അല്ലെങ്കിൽ ആദില ഉണ്ടാവണം. അപ്പോൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോയെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റൂ. അപ്പോൾ ആദില, നൂറ ഇല്ല ആരെങ്കിലും ഒരാൾ. അപ്പോൾ ഇപ്പം ഈ ഒരു LGBT കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും. ആദില, നൂറ, നെവിൻ 3 പേർക്കും കൂടി ഇത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ തന്നെ അത് സ്പ്ലിറ്റ് ആവും വോട്ട്. അതുകൊണ്ട് തന്നെ ആദില പുറത്തു പോകാനുള്ള ഒരു ചാൻസാണ് ഞാനിവിടെ കാണുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഒനിയലാണ് അടുത്ത ഒരു ഇത്. ഒനിയൽ, സാബുമാനുണ്ട്, ജിസേലുണ്ട്. അപ്പം സാബുമാന് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം വോട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം സാബുമാൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ആരിനില്ലാത്തത് കൊണ്ട് തന്നെ ജിസേലിന് ഈ പ്രാവശ്യം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജിസേൽ പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് കേട്ടോ. ജിസേൽ ഓൾറെഡി അല്ലെങ്കിലും നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ജിസേലിന് കുറച്ച് വോട്ട് കുറവാണെങ്കിലും ഈ പ്രാവശ്യം ആരിനില്ലാത്തത് കൊണ്ട് തന്നെ ജിസേലിനോട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ഒനിയലാണ്. അഭിലാഷ് പുറത്തായതുകൊണ്ട് തീർച്ചയായിട്ടും അഭിലാഷിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ കുറച്ച് വോട്ടും കൂടി ഒനിയലിന് കിട്ടും. ഒനിയലിന് ഏറ്റവും പുറകിൽ പോകില്ല. ഒനിയൽ കുറച്ചും കൂടി വോട്ട് കിട്ടും എന്നുള്ളതാണ്. കാരണം ആദില ഫുള്ള് നെഗറ്റീവാണ്. ഇപ്പോൾ തന്നെ ഇതൊരു ഡ്രാമയാണ്. ആദിലയുടെ നൂറയുടെ ഒരു ഡ്രാമയാണ്. ഒന്നാമത്തെ കാര്യം, അനുമോളെ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് ഇതൊരു അജണ്ടയാണ്. അനുമോളെ കൂടെ നിൽക്കുക. കാരണം ഇതുവരെ അനുമോൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷൻ ഇല്ലായിരുന്നുകൊണ്ട് അനുമോളുടെ ഫാൻസിൻ്റെ വോട്ട്
സപ്പോർട്ട് കിട്ടും എന്നുള്ളതിലാണ്. അപ്പം അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമാണ് അനുമോളെ കൂട്ടുപിടിച്ചിരുന്നത്. പക്ഷേ അനുമോൾക്കത് മനസ്സിലാവുന്നില്ല. അനുമോളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതിനാണ്. അപ്പോൾ ആദിലയോ നൂറയോ ആരെങ്കിലും ഒരാളെ ഔട്ടാക്കണം എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പം അതാണ് ആലോചിക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ ആ ഇൻഡിവിജ്വൽ പ്ലേ കാണാൻ പറ്റൂ. പിന്നെ നിവിൻ ഒരു എൻ്റർടൈനറാണ്, കഴിവൊക്കെ ഉണ്ട്. പക്ഷേ നിവിൻ ആ ഒരു പുറത്ത് പോകണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുറത്ത് പോകണ്ട. ഒരു 2 ആഴ്ചയും കൂടി 1-2 ആഴ്ചയും കൂടി നിന്നതിന് ശേഷം നിവിൻ പുറത്ത് പോയാൽ മതിയാകും. കാരണം നിവിൻ അവിടെ നിൽക്കട്ടെ. നിവിൻ കുറച്ചു എൻ്റർടൈൻ ചെയ്യുന്ന ആളുണ്ട്. മോഷണവും അതൊക്കെ ഉണ്ട്. ഒരു ഉത്തരവാദിത്തമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഗെയിമിനെ ടാസ്കിനെ ഒന്നും കാണുന്നില്ല എങ്കിൽ പോലും നമുക്കിഷ്ടമാണ്. കാരണം ജനങ്ങൾക്കൊരു എൻ്റർടൈൻ കൊടുക്കുന്നത്. വേറെ പോയി കഴിഞ്ഞാൽ വേറെ അവിടെ ആരുമില്ല. ചുമ്മാ അവിടെയൊക്കെ ബീൻസ് ബാഗിൽ പോയിരിക്കുക. ടാസ്ക് മാത്രം ചെയ്യുന്നതല്ലല്ലോ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നെവിൻ അവിടെ നിൽക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നൂറ അല്ലെങ്കിൽ ആദില. നൂറ അവിടെ നിന്നിട്ട് ആദില പുറത്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ആദില എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നൂറയ്ക്ക് അത് സ്വസ്ഥമായിട്ട് കളിക്കാനും പറ്റില്ല ആദില നിൽക്കുമ്പോൾ. അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇതാണ് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ പറഞ്ഞതാണ്. അപ്പം ഇന്ന് എവിക്ഷൻ നോമിനേഷൻ കഴിഞ്ഞു. പിന്നീട് ഫാമിലീസൊക്കെ വന്ന് എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്ന്, ഇവരുടെ ഫുഡാണല്ലോ പ്രശ്നം. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നീട് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്ന ഒരു രംഗമാണ്. ഭയങ്കര ഒരു നല്ലൊരു ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ബിന്നി ഭയങ്കര ഒരു വിഷമവും കരച്ചിലും. കാരണം 58 ദിവസത്തിന് ശേഷം ഭർത്താവിനെ കാണുമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇതിനുള്ളിൽ നിൽക്കുന്നവർക്ക് അറിയാം. അതിനുള്ളിൽ നമ്മളിവിടെ ഇരുന്ന് പുറത്തിരുന്ന് ഓരോരുത്തരും കുത്തിത്തിരിപ്പെന്ന് പറയാം, മറ്റുള്ളവർ അതെന്ന് പറയും, ഇവരെന്തിനാ അത് കാണിക്കുന്നതെന്ന് ചോദിക്കാം. നമുക്കെല്ലാം പറയാം. അത് കാരണം നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, നമുക്കത് പറഞ്ഞല്ലേ പറ്റും. പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ, നമ്മുടെ ഒരു ഇമോഷൻ നമ്മൾ എപ്പോഴും അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്താൽ, ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസിൽ അതുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് അവരുടെ നെഗറ്റീവ് പോയിൻറ്റ്സ് എടുത്ത്, അവർ നെഗറ്റീവ് എടുത്ത് നമുക്ക് പറയാം, പോസിറ്റീവ് എടുത്ത് പറയാം, അതൊക്കെ പറയാം. പക്ഷേ അവിടെ നിൽക്കുന്ന അവരുടെ ഇമോഷൻസ് നമുക്കത് മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പുറത്തുനിന്നൊരു ആളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ കാണുമ്പോഴോ ഭയങ്കര സന്തോഷമായിരിക്കും. അത് നമ്മൾ കരയുന്നതിനൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ അത്രമാത്രം ഒരു ഭയങ്കര പീക്ക് ഒരു ഇമോഷൻ ലെവലിലായിരിക്കും അവരുണ്ടാവുന്നത് അല്ലേ. കാരണം ഒരു ഫോണില്ല, ഒരു പത്രമില്ല, ഒന്നും അറിയുമ്പോൾ ഒരു TV ഇല്ല, പുറം ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ കാലത്തിൻ ഗതി അറിയാതെ അങ്ങനെ ഒരു പാട്ടല്ലേ, നേരത്തിൻ ഗതി അറിയാതെ. ഞാൻ സമയവും അറിയാൻ വയ്യ, കാലവും അറിയാൻ വയ്യ, ഇത് ദിവസമാണെന്നുള്ളത് അവർ കൂട്ടി വെക്കണം. തിങ്കളാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ, ശനിയും ഞായറും ആയിരിക്കും. ചിലപ്പം ശനിയാഴ്ച ആയിരിക്കും ലാലേട്ടൻ എപ്പിസോഡ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയുന്നത്. വെള്ളിയാഴ്ച അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫ് കിട്ടുന്ന ദിവസം. ഇത് രണ്ടുമായിരിക്കും അവർക്ക് കൃത്യമായിട്ട് അറിയുന്നത്. പിന്നെ ഡേറ്റ് അറിയത്തില്ല, 20ആണോ 25ആണോ 30ആണോ ഡേറ്റ് അറിയത്തില്ല, സമയം അറിയത്തില്ല, ഒന്നും അറിയാതെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരിടത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇമോഷൻ, ഇങ്ങനെയുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവരുടെ ഇമോഷൻസിൻ്റെ പീക്ക് ലെവലായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പിന്നെ നമ്മുടെ ബിന്നിക്ക് സംഭവിച്ചിരിക്കുന്നത്. ബിന്നി ഹസ്ബൻഡിനെ കാണുന്നതിന് മുമ്പ് തന്നെ കരയാൻ തുടങ്ങി. ഭയങ്കര എക്സ്ട്രീം ലെവൽ ഇമോഷനായിരുന്നു അത്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, കണ്ടാലിനി എന്താണ്, ഞാനിനി പുറത്ത് എന്താണ്. കാരണം ബിന്നിയൊക്കെ വിചാരിക്കുന്ന ടോപ്പ് 3-ലുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അത് എന്തായിരിക്കും, പിന്നെ ഞാനിനി കുത്തിത്തിരിപ്പെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി, അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും. ഇപ്പോൾ അനുമോൾ തന്നെ ഇരുന്ന് വിഷമിക്കുന്ന അങ്ങനെയുണ്ട്. ഞാനിനി വീട്ടുകാർക്ക് എന്തെങ്കിലും, നമ്മൾ അകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ചിന്താഗതി അതായിരിക്കും, ഞാൻ എന്താണ്. പക്ഷെ അവർ അകത്തിരിക്കുന്നവർ എന്താ അവർ പറയുന്നത് ചെയ്യുന്നതെന്നും അവർക്കും അറിയില്ല. കാരണം അവർക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഒരു അര ചപ്പാത്തിക്ക് അടി കൂടുക, അര തക്കാളിക്ക് അടി കൂടുക, ഒരു അര ഗ്ലാസ് പഞ്ചാരയില്ലാത്ത കട്ടൻ ചായക്ക് അടി കൂടുക, അതൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ വീടുകളിൽ ചെയ്യില്ലല്ലോ. നമുക്കതിൻ്റെ ആവശ്യമില്ല, ഇല്ലെങ്കിൽ പോലും ഇല്ല. അതിന് അടുത്തുള്ളവരുടെ കൂടെ നിൽക്കുന്നവരെ, വീട്ടിലുള്ളവരെ കൂടെ അടി കൂടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ഇമ്പോസിബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അതിനകത്ത് നടക്കുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു കുടുംബാംഗത്തിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് പീക്ക് ലെവലായിരിക്കും. അതാണിപ്പം നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡായ നൂബിൻ ആണെന്ന് തോന്നുന്നു, നൂബിൻ അല്ലേ, എന്താണെന്ന് തോന്നുന്നു.
നൂബിൻ എന്നെ കണ്ടപ്പോൾ എനിക്കിവരെ ഒന്നും അത്ര പരിചയമില്ല ഗൈസ്. അപ്പം ഞാൻ ഈ സീരിയലൊന്നും കാണാത്തതുകൊണ്ട് ബിന്നിനെ എനിക്കറിയില്ല, നൂബിനെ എനിക്കറിയില്ല, എനിക്കിവരെ ഒന്നും നല്ല പരിചയമില്ല. കാരണം ഞാൻ സീരിയൽ കാണുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ അനുമോളെ നമുക്ക് പരിചയം എന്ന് പറഞ്ഞാൽ അനുമോൾ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കാണുന്നതും പിന്നെ അങ്ങനെ പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. സ്റ്റാർ മാജിക്കിൽ കാണുമ്പോഴും ഒരു ഗുണ്ടുമണിയായിട്ടുള്ളൊരു കൊച്ചു എനിക്ക് വലിയ താല്പര്യം, വലിയ ഇഷ്ടമുള്ള ആളോ അങ്ങനെ ഫാനോ ഒന്നുമല്ല. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും, ഒന്നാമത്തെ കാര്യം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും ഞാൻ കാണുന്ന ഒരാളല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ, ഉദ്ഘാടനം, ഇനാഗുറേഷനൊക്കെ വരുന്ന സമയത്താണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടയിലാണ് കുറച്ചും കൂടി അനുമോളെ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അനുമോളെ കാണുമ്പോൾ അനുമോൾ നല്ല ഭയങ്കര ഒരു ബഫി ആയിട്ടുള്ള നല്ല വണ്ണമൊക്കെ വെച്ചുള്ള ഒരു ഉണ്ട കൊച്ചി എന്നുള്ളത് മാത്രമേ നമുക്ക് അനുമോളെക്കുറിച്ച് അറിയത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ അനുമോളെക്കുറിച്ച് പിന്നെ യൂട്യൂബ് വന്നപ്പോൾ യൂട്യൂബിലാണ് ഞാൻ അനുമോളെയൊക്കെ കണ്ടിട്ടുള്ള. യൂട്യൂബിലെ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ വീഡിയോസ് കാണുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് അനുമോളെ അറിയുന്നത്. അല്ലാണ്ട് ഞാൻ ഈ ടി വി സ്റ്റാർ മാജിക് കോമഡി സ്റ്റാറോ പരിപാടികളോ ഒന്നും ഞാൻ കാണുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ട് പക്ഷേ രുദ്രനെ എനിക്കറിയാവുന്ന പറഞ്ഞാൽ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ 2018 മരിച്ചു. അപ്പോൾ അതിന് മുമ്പൊക്കെ അമ്മയൊക്കെ ഭയങ്കര സീരിയൽ കുട്ടികളായിരുന്നു. അമ്മ ഇങ്ങനെ സീരിയലിൻ്റെ മുന്നിൽ ഈ രുദ്രന്, കുങ്കുമപ്പൂവ് അങ്ങനെയൊക്കെയുള്ള സീരിയൽ ഭയങ്കര ഇഷ്ടമാണ് പരസ്പരം. അപ്പോൾ ഇതൊക്കെ സീരിയൽ കാണുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഈ രുദ്രൻ എന്ന് പറയുന്ന ഈ ഷാനവാസിനെ ഞാനിങ്ങനെ കിച്ചണിലാണ് അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ടി വിയിൽ കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കും. കാരണം അമ്മ ഹാളിൽ വന്നിരുന്ന് കാണാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അവരെയൊക്കെ അറിയുന്നത്. അല്ലാണ്ട് എനിക്കങ്ങനെ ആൾക്കാരെ ഒന്നും അറിയില്ല. അതാണൊരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെ എന്തായാലും നൂബിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലൈവ്. ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്, ഹാപ്പി ആയിട്ട് പോകുന്നു.